നമസ്കാരം. ഗ്ലോബൽ സമയത്തിലേക്ക് സ്വാഗതം. യുഎസിൽ ജോലി ചെയ്യുന്ന പ്രത്യേകിച്ച് IT മേഖലയിലുള്ളവർക്ക് H1B വിസ സ്വന്തമാക്കുക എന്നത് വലിയൊരു സ്വപ്നമാണ്. എന്നാൽ നിലവിൽ ആ സ്വപ്നത്തിലേക്ക് യാത്ര ചെയ്യുന്ന ഇന്ത്യൻ അപേക്ഷകർ വലിയൊരു പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നത്. US വിസ അപ്പോയിന്റ്മെന്റുകൾ ബുക്ക് ചെയ്യുന്നതിനുള്ള പുതിയ ഔദ്യോഗിക പോർട്ടലായ usvisascheduling.com വലിയ രീതിയിലുള്ള സാങ്കേതിക തകരാറുകളാണ് നേരിടുന്നത്. ഇത് 10,000 ഇന്ത്യൻ പ്രൊഫഷണലുകളുടെയും വിദ്യാർത്ഥികളുടെയും ഉറക്കം കളയുന്നതാണെന്നാണ് റിപ്പോർട്ടുകൾ. എന്താണ് യഥാർത്ഥത്തിൽ ഈ പുതിയ പോർട്ടലിന് സംഭവിക്കുന്നത്? ഇത് ഇന്ത്യൻ അപേക്ഷകരെ എങ്ങനെയാണ് ബാധിക്കുന്നത് എന്നതിനെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങളാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. US വിസ നടപടികൾ കൂടുതൽ എളുപ്പമാക്കാനും സുരക്ഷിതമാക്കാനും വേണ്ടിയാണ് US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് പുതിയ വിസ അപ്പോയിന്റ്മെന്റ് പോർട്ടൽ അവതരിപ്പിച്ചത്. പഴയ പോർട്ടലിൽ നിന്ന് പുതിയതിലേക്ക് മാറിയതോടെ കാര്യങ്ങൾ വേഗത്തിലാകുമെന്ന് കരുതിയെങ്കിലും സംഭവിച്ചത് നേരെ തിരിച്ചാണ്. പോർട്ടൽ ആരംഭിച്ചതു മുതൽ നിരന്തരമായ സാങ്കേതിക തകരാറുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അപേക്ഷകർ നേരിടുന്ന പ്രധാന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായി പോർട്ടലിൽ ലോഗിൻ ചെയ്യാൻ പോലും പലർക്കും സാധിക്കുന്നില്ല. ലോഗിൻ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ പേജ് ഹാങ് ആകുകയോ എറർ മെസ്സേജുകൾ കാണിക്കുകയോ ചെയ്യുന്നു. രണ്ടാമതായി വിസ ഫീസ് അടയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് വലിയ തകരാറുകളാണ് പലരും നേരിടുന്നത്. പല അപേക്ഷകരും ലക്ഷക്കണക്കിന് രൂപ ഫീസായി കൊടുക്കുന്നുണ്ടെങ്കിലും പോർട്ടലിൽ അത് പെയ്ഡ് ആയി കാണിക്കുന്നില്ല. തുക ബാങ്ക് അക്കൗണ്ടുകളിൽ നിന്ന് കുറയുകയും എന്നാൽ വിസ സ്ലോട്ട് ബുക്ക് ചെയ്യാൻ സാധിക്കാതെ വരികയും ചെയ്യുന്ന അവസ്ഥയും ഉണ്ട്. മൂന്നാമതായി അക്കൗണ്ടുകൾ പെട്ടെന്ന് ലോക്കായി പോകുന്നു. എന്തെങ്കിലും ഒരു ചെറിയ മാറ്റം വരുത്താൻ ശ്രമിച്ചാൽ അല്ലെങ്കിൽ സാങ്കേതിക തകരാറ് കാരണം പേജ് റീഫ്രഷ് ആയാൽ അക്കൗണ്ട് ദിവസങ്ങളോളം ബ്ലോക്ക് ചെയ്യപ്പെടുകയാണ്. ഇന്ത്യൻ അപേക്ഷകരെ ഇത് എങ്ങനെ ബാധിക്കുമെന്ന് നോക്കാം. ഈ പോർട്ടൽ പ്രതിസന്ധി ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ഇന്ത്യൻ അപേക്ഷകരെയാണ്. US H1B വിസകൾ ഉപയോഗിക്കുന്നവരിൽ ഭൂരിഭാഗവും ഇന്ത്യൻ IT പ്രൊഫഷണലുകളാണ്. പുതിയ വിസയ്ക്ക് അപേക്ഷിക്കുന്നവർക്ക് മാത്രമല്ല, നിലവിൽ USൽ ജോലി ചെയ്തുകൊണ്ട് വിസ സ്റ്റാമ്പിങ്ങിനായി നാട്ടിലേക്ക് വരാൻ തയ്യാറെടുക്കുന്നവരും വലിയ പ്രതിസന്ധിയിലാണ്. അപ്പോയിന്റ്മെന്റുകൾ കൃത്യസമയത്ത് ലഭിക്കാത്തതിനാൽ പലർക്കും തങ്ങളുടെ യാത്രാ പ്ലാനുകൾ മാറ്റിവെക്കേണ്ടി വരുന്നുണ്ട്. ചിലർ USലെ തങ്ങളുടെ ജോലി തന്നെ നഷ്ടപ്പെടുമോ എന്ന ഭയത്തിലാണ് ജീവിക്കുന്നതെന്നും ഇമിഗ്രേഷൻ അധികൃതർ പറഞ്ഞു. കമ്പനികൾ നൽകിയ ഡെഡ് ലൈനുകൾക്കുള്ളിൽ USൽ തിരിച്ചെത്താൻ സാധിക്കാത്ത അവസ്ഥയാണ് പലർക്കുമുള്ളത്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളായ X, LinkedIn, Reddit എന്നിവയിലെല്ലാം ഇന്ത്യൻ ഉദ്യോഗാർത്ഥികൾ തങ്ങളുടെ വലിയ നിരാശയും ആശങ്കയും പങ്കുവെക്കുന്നുണ്ട്. US എംബസിയുടെ ഔദ്യോഗിക സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾക്ക് താഴെ സഹായം അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള കമന്റുകളും കാണാം. ഈ വാർത്തയ്ക്ക് പിന്നാലെ US എംബസിയുടെ പ്രതികരണവും പരിഹാരങ്ങളും വന്നിട്ടുണ്ട്. അത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ വ്യാപകമായ പരാതിയെ തുടർന്ന് US എംബസി അധികൃതർ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. സാങ്കേതിക പ്രശ്നങ്ങൾ നിലനിൽക്കുന്നതായി അവർ സമ്മതിക്കുന്നു. പോർട്ടൽ നവീകരണത്തിന്റെ ഭാഗമായുള്ള തകരാറുകളാണിവയെന്നും IT ടീം ഇത് പരിഹരിക്കാൻ നിരന്തരം ശ്രമിക്കുന്നുണ്ടെന്നും അവർ വ്യക്തമാക്കുന്നു. അപേക്ഷകർ പരിഭ്രാന്തരാകേണ്ടതില്ലെന്നും ഫീസ് സംബന്ധമായ പ്രശ്നങ്ങൾ ഉടൻ പരിഹരിക്കപ്പെടുമെന്നും എംബസി അറിയിച്ചിട്ടുണ്ട്. അടിയന്തര സാഹചര്യങ്ങളിലുള്ളവർക്ക് എമർജൻസി അപ്പോയിന്റ്മെന്റുകൾ വഴി അപേക്ഷിക്കാനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ടെന്ന് അവർ പറയുന്നു.